ഇടപ്പള്ളി കോഴിപ്പെരുന്നാൾ. എല്ലാ വർഷവും ലക്ഷക്കണക്കിന് ആളുകളാണ് ഇടപ്പള്ളിയിൽ കോഴിനേർച്ചയ്ക്കായി എത്തുന്നത്. രോഗശാന്തിയും സർപ്പദോഷത്തിൽ നിന്നുള്ള മുക്തിയും ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടെയാണ് ഓരോ ഭക്തരും വർഷാവർഷം ഈ ഇടപ്പള്ളിയിലേക്ക് എത്തുന്നത്. പതിവിലും വിപരീതമായി ഞങ്ങൾ ഈ തവണ കോഴിനേർച്ചയ്ക്കായി ചെന്നത് മെയ് 9 ശനിയാഴ്ച വൈകിട്ടായിരുന്നു. എത്തിയപ്പോഴോ സർവം പുകമയം. എങ്ങനെയോ തേടിപ്പിടിച്ച് പള്ളി കോഴിനേർച്ചയ്ക്കായി ഒരുക്കിയിരിക്കുന്ന പന്തലിൽ ഒരിടം കിട്ടി. പുറത്ത് കുറച്ച് ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് കഴിവതും ആളുകൾ പന്തലിനകത്ത് തന്നെ അടുപ്പ് കൂട്ടാനാണ് ശ്രമിച്ചത്. എടപ്പള്ളിയിലെത്തി പുണ്യാളൻ്റെ നടയിൽ നേർച്ചയിട്ട ശേഷം കോഴിക്കറി വയ്ക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. നാടൻ കോഴികളെയാണ് കോഴിനേർച്ചയ്ക്കായി ഇവിടെ ആളുകൾ കൊണ്ടുവരുന്നത്. പുണ്യാളൻ കാക്കുമെന്ന വിശ്വാസത്തിനോടൊപ്പം തന്നെ പരസ്പരം സഹകരിച്ചും സൗഹൃദത്തോടെയും കുറച്ചധികം നേരം പങ്കിടുന്ന ചില അസുലഭ മുഹൂർത്തങ്ങൾ കൂടെ ഇടപ്പള്ളി ഈ കോഴിനേർച്ചയിലൂടെ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. നാടിൻ്റെ നാനാദേശത്തു നിന്ന് എത്തുന്ന ആളുകൾ ഇവിടെ പല രീതിയിലും പല രുചിയിലുമാണ് കോഴിക്കറി തയ്യാറാക്കുന്നത്. അതിൽ തന്നെ വീട്ടിൽ നിന്ന് കറിക്ക് വേണ്ടതെല്ലാം പാകപ്പെടുത്തി കൊണ്ടുവരുന്നവരും അല്ലാത്തവരുമുണ്ട്. ചൂടുകാലമായതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിലും രാത്രി സമയങ്ങളിലുമാണ് കൂടുതലും ആളുകളും ഇവിടേക്ക് എത്തുന്നത്. ഇവിടെ വരുന്നവരെല്ലാം അവരുടേതായ രീതിയിൽ വിഭവങ്ങൾ ചേർത്ത് കോഴിനേർച്ച ആസ്വദിച്ച് കഴിച്ച് മടങ്ങുന്നവരാണ്. വളരെ തിരക്കുള്ള സമയമായതുകൊണ്ട് തന്നെ കുട്ടികളടക്കം എല്ലാവർക്കും പന്തലിനുള്ളിൽ നിൽക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. കോഴിനേർച്ച ആയതുകൊണ്ട് തന്നെ ബ്രെഡ് ചേർത്ത് കഴിക്കാനാണ് കൂടുതൽ പേരും താല്പര്യപ്പെടുന്നത്. എന്നാൽ ഞങ്ങളെപ്പോലെ ചിലർ അരിയും ഇട്ട് ചോറും കാലാക്കി ചേർന്നിരുന്ന് കഴിച്ചു മടങ്ങും. ഇതെല്ലാം കഴിഞ്ഞ് പള്ളിയിൽ ഒന്നുകൂടെ പോയി പ്രാർത്ഥിച്ച് നേർച്ചയിട്ട് അവിടെ കുറച്ചധികം സമയം മുറ്റത്ത് വിശ്രമിച്ച് സ്നേഹത്തോടെയും സന്തോഷത്തോടെയുമാണ് ഞങ്ങൾ കോഴിനേർച്ച കഴിഞ്ഞ് മടങ്ങുന്നത്.